പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, കേരളത്തിൽ മഴ കൂടുതലല്ലേ, ഇവിടെ സോളാർ ഫലപ്രദമാകുമോ എന്ന്. യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ഒരു പ്രധാന കാര്യം, ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങൾക്കും ബാറ്ററി അധിഷ്ഠിത ഹൈബ്രിഡ് സംവിധാനങ്ങൾക്കും ഈ കേന്ദ്ര സർക്കാർ സബ്സിഡി ലഭിക്കില്ല എന്നതാണ്. ഗ്രിഡുമായി ബന്ധിപ്പിച്ച നെറ്റ് മീറ്ററിംഗ് ഉള്ള റൂഫ് ടോപ്പ് സിസ്റ്റങ്ങൾക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്. റൂഫ് ടോപ്പ് സോളാർ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എനിക്ക് എത്ര സബ്സിഡി ലഭിക്കും? ഇനി യഥാർത്ഥ ചെലവ് കൂടി നോക്കാം. ഒരു 2 കിലോവാട്ട് റൂഫ് ടോപ്പ് സോളാർ സംവിധാനത്തിന് ഏകദേശം 1.4 ലക്ഷം മുതൽ 1.6 ലക്ഷം രൂപ വരെ ചിലവ് വരാം. ഇതിൽ 60,000 രൂപ സബ്സിഡി ലഭിച്ചാൽ ഉപഭോക്താവ് മുടക്കേണ്ടത് ഏകദേശം 80,000 മുതൽ 1 ലക്ഷം രൂപ വരെയാണ്. വൈദ്യുതി ബിൽ ഉയരുന്നു എന്ന പരാതി ഇന്ന് കേരളത്തിലെ മിക്ക വീടുകളിലും കേൾക്കാം. പ്രതിമാസം 250 മുതൽ 400 യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു സാധാരണ കുടുംബത്തിന് 2,000 മുതൽ 5,000 രൂപ വരെ ബിൽ വരുന്നത് അസാധാരണമല്ല. ഇതിനൊപ്പം കാലാകാലങ്ങളിൽ വൈദ്യുതി നിരക്കുകൾ വർദ്ധിക്കുന്നതും കുടുംബ ബജറ്റിന് അധിക ബാധ്യത സൃഷ്ടിക്കുന്നുണ്ട്. എൽ നിനോ മൂലമുള്ള മഴക്കുറവ് മൂലം ഡാമുകളിൽ വെള്ളമില്ല, പവർ കട്ടുകളുടെ ഇടവേള കൂടി വരികയാണ്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന കേരളത്തിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് വലിയ അവസരമായി മാറുന്നത്. എങ്ങനെ ഈ പദ്ധതിയെ ഒരു അവസരമാക്കി മാറ്റാം? എങ്ങനെ 78,000 രൂപ വരെ സബ്സിഡി നേടാം? പരിശോധിക്കാം. വെൽക്കം ടു പ്രോഫിറ്റ് എക്സ്പ്ലെയിനർ. ഈ പദ്ധതിയുടെ ലക്ഷ്യം വെറും സോളാർ പാനൽ സ്ഥാപിക്കുക എന്നതല്ല. രാജ്യത്തെ 1 കോടി വീടുകളിൽ റൂഫ് ടോപ്പ് സോളാർ സ്ഥാപിച്ച് സാധാരണ കുടുംബങ്ങളുടെ വൈദ്യുതി ചെലവ് കുറയ്ക്കുകയും രാജ്യത്തിൻ്റെ ഊർജ്ജ സുരക്ഷ വർദ്ധിപ്പിക്കുകയുമാണ് പദ്ധതിയുടെ പ്രധാന ഉദ്ദേശ്യം. 2024 ഫെബ്രുവരി 13-ന് 75,021 കോടി രൂപയുടെ ഫണ്ടുമായി ആരംഭിച്ച പദ്ധതിയിൽ രാജ്യത്തെ 50 ലക്ഷത്തോളം കുടുംബങ്ങൾ അംഗമായി കഴിഞ്ഞു. 48 ലക്ഷം കുടുംബങ്ങൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. കേരളത്തിനെ സംബന്ധിച്ച് ഈ പദ്ധതിക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. കാരണം സംസ്ഥാനത്ത് ഗാർഹിക വൈദ്യുതി നിരക്ക് ദക്ഷിണേന്ത്യയിലെ താരതമ്യേന ഉയർന്ന നിരക്കുകളിലൊന്നാണ്. അതിനാൽ സോളാർ സ്ഥാപിക്കുന്നവർക്ക് നിക്ഷേപം തിരിച്ചു കിട്ടുന്ന കാലയളവും മറ്റു പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറവായിരിക്കും. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, കേരളത്തിൽ മഴ കൂടുതലല്ലേ, ഇവിടെ സോളാർ ഫലപ്രദമാകുമോ എന്ന്. യാഥാർത്ഥ്യം മറ്റൊന്നാണ്. കേരളത്തിന് വർഷം മുഴുവൻ ശരാശരി 4.5 മുതൽ 5.5 മണിക്കൂർ വരെ മികച്ച സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ട്. മഴക്കാലം ഉണ്ടായാലും ബാക്കി മാസങ്ങളിലെ ഉൽപ്പാദനം അത് നികത്തുന്നതിനാൽ റൂഫ് ടോപ്പ് സോളാർ ഇവിടെ സാമ്പത്തികമായി പ്രയോജനകരമാണെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. മറ്റൊരു പ്രധാന നേട്ടം, കേരളത്തിൽ വൈദ്യുതി വിതരണത്തിന് KSEB മാത്രമാണ് ഉള്ളതെന്നാണ്. മറ്റ് പല സംസ്ഥാനങ്ങളിലേതുപോലെ ഒന്നിലധികം വൈദ്യുത വിതരണ കമ്പനികൾ ഇല്ലാത്തതിനാൽ അപേക്ഷ പരിശോധന, നെറ്റ് മീറ്ററിംഗ് തുടങ്ങിയ നടപടിക്രമങ്ങൾ കൂടുതൽ ഏകോപിതമായി നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചോദ്യം ഇനി സോളാർ സ്ഥാപിക്കണോ എന്നതല്ല, എപ്പോൾ സ്ഥാപിക്കണം എന്നതാണ്. പദ്ധതിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് അർഹതയുണ്ടോ എന്ന സംശയം പലർക്കുമുണ്ട്. ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ ആദ്യം വേണ്ടത് ഇന്ത്യൻ പൗരനായിരിക്കണം എന്നതാണ്. അപേക്ഷിക്കുന്ന വീടിൻ്റെ ഉടമസ്ഥാവകാശം അപേക്ഷകനുണ്ടായിരിക്കണം. കൂടാതെ KSEBയുടെ സാധുവായ വൈദ്യുതി കണക്ഷനും നിർബന്ധമാണ്. വാടക വീട്ടിൽ താമസിക്കുന്നവർക്ക് ഉടമയുടെ അനുമതിയില്ലാതെ പദ്ധതി പ്രയോജനപ്പെടുത്താൻ കഴിയില്ല. അപേക്ഷ മുഴുവനും PM സൂര്യഘർ ദേശീയ പോർട്ടൽ വഴിയാണ് സമർപ്പിക്കേണ്ടത്. സർക്കാർ അംഗീകരിച്ച വെണ്ടർമാരെയും സർക്കാർ അംഗീകരിച്ച ഉപകരണങ്ങളെയും മാത്രം തിരഞ്ഞെടുക്കണം. സോളാർ പാനലുകൾ LLMM പട്ടികയിലുള്ള നിർമ്മാതാക്കളുടേത് ആയിരിക്കണം. ഇൻവെർട്ടറുകൾ BIS സർട്ടിഫൈഡ് ആയിരിക്കണം. അല്ലാത്ത പക്ഷം സബ്സിഡി ലഭിക്കില്ല. അപ്പാർട്ട്മെൻറ്റുകളിൽ താമസിക്കുന്നവർക്ക് അപേക്ഷിക്കാനാകുമോ എന്നതാണ് ഒരു ചോദ്യം. ഓരോ ഫ്ലാറ്റിനും പ്രത്യേകം KSEB കണക്ഷനും മേൽക്കൂര ഉപയോഗിക്കാനുള്ള അവകാശവും ഉണ്ടെങ്കിൽ വ്യക്തിഗതമായി അപേക്ഷിക്കാം. അതേസമയം ഹൗസിംഗ് സൊസൈറ്റികൾക്ക് കോമൺ ഏരിയയ്ക്കായി സംയുക്ത റൂഫ് ടോപ്പ് സോളാർ പദ്ധതിക്കും അപേക്ഷിക്കാം. എന്നാൽ ഒരു യൂണിറ്റിന് പരമാവധി 3 കിലോവാട്ട് സബ്സിഡി പരിധി ബാധകമാണ്. മറ്റൊരു പ്രധാന കാര്യം, ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങൾക്കും ബാറ്ററി അധിഷ്ഠിത ഹൈബ്രിഡ് സംവിധാനങ്ങൾക്കും ഈ കേന്ദ്ര സർക്കാർ സബ്സിഡി ലഭിക്കില്ല എന്നതാണ്. ഗ്രിഡുമായി ബന്ധിപ്പിച്ച നെറ്റ് മീറ്ററിംഗ് ഉള്ള റൂഫ് ടോപ്പ് സിസ്റ്റങ്ങൾക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്. റൂഫ് ടോപ്പ് സോളാർ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എനിക്ക് എത്ര സബ്സിഡി ലഭിക്കും? യഥാർത്ഥത്തിൽ എത്ര രൂപ ഞാൻ മുടക്കേണ്ടതുണ്ട്? പ്രധാനമന്ത്രി സൂര്യഘർ പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ ആദ്യത്തെ 2 കിലോവാട്ടിന് ഓരോ കിലോവാട്ടിനും 30,000 രൂപ വെച്ച് 60,000 രൂപയും മൂന്നാമത്തെ കിലോവാട്ടിന് 18,000 രൂപയും സബ്സിഡി നൽകുന്നു. അതായത് 3 കിലോവാട്ട് വരെ സ്ഥാപിക്കുന്നവർക്ക് പരമാവധി 78,000 രൂപ വരെ കേന്ദ്ര സർക്കാർ സഹായം ലഭിക്കും. 3 കിലോവാട്ടിന് മുകളിലുള്ള ശേഷിക്ക് നിലവിൽ അധിക കേന്ദ്ര സബ്സിഡി ഇല്ല. ഇനി യഥാർത്ഥ ചെലവ് കൂടി നോക്കാം. ഒരു 2 കിലോവാട്ട് റൂഫ് ടോപ്പ് സോളാർ സംവിധാനത്തിന് ഏകദേശം 1.4 ലക്ഷം മുതൽ 1.6 ലക്ഷം രൂപ വരെ ചിലവ് വരാം. ഇതിൽ 60,000 രൂപ സബ്സിഡി ലഭിച്ചാൽ ഉപഭോക്താവ് മുടക്കേണ്ടത് ഏകദേശം 80,000 മുതൽ 1 ലക്ഷം രൂപ വരെയാണ്. 3 കിലോവാട്ട് സംവിധാനത്തിൻ്റെ സാധാരണ വിപണി വില 2 ലക്ഷം മുതൽ 2.3 ലക്ഷം രൂപ വരെയാണ്. പരമാവധി 78,000 രൂപ സബ്സിഡി ലഭിച്ചതിന് ശേഷം യഥാർത്ഥ ചെലവ് ഏകദേശം 1.25 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ വരെയായി കുറയും.
5 കിലോവാട്ട് സംവിധാനം സ്ഥാപിക്കാൻ സാധാരണ 3 ലക്ഷം മുതൽ 3.5 ലക്ഷം രൂപ വരെ ചിലവ് വരാം. എന്നാൽ കേന്ദ്ര സബ്സിഡി 78,000 രൂപ തന്നെ ആയതിനാൽ ഉപഭോക്താവ് നൽകേണ്ട തുക ഏകദേശം 2.2 ലക്ഷം മുതൽ 2.7 ലക്ഷം രൂപ വരെ ആയിരിക്കും. ഇവ ഏകദേശ കണക്കുകളാണ്. പാനലിൻ്റെ ഗുണനിലവാരം, ഇൻവെർട്ടർ, മേൽക്കൂരയുടെ രൂപകൽപ്പന, ഇൻസ്റ്റലേഷൻ രീതി എന്നിവ അനുസരിച്ച് ചിലവിൽ വ്യത്യാസമുണ്ടാകാം. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വമ്പനൊരു സോളാർ സംവിധാനം സ്ഥാപിക്കുന്നതിലല്ല, നിങ്ങളുടെ പ്രതിമാസ വൈദ്യുതി ഉപയോഗത്തിന് അനുയോജ്യമായ ശേഷി തിരഞ്ഞെടുക്കുകയാണ് കൂടുതൽ ലാഭകരം. സാധാരണയായി കേരളത്തിൽ പ്രതിമാസം 250 മുതൽ 350 യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു കുടുംബത്തിന് 3 കിലോവാട്ട് സംവിധാനം മതിയാകുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഇത്തരമൊരു സംവിധാനത്തിന് പ്രതിമാസം 270 മുതൽ 360 യൂണിറ്റ് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 കിലോവാട്ട് സംവിധാനത്തെയാണ് ഏറ്റവും മികച്ച വാല്യൂ ഫോർ മണി ഓപ്ഷനായി കാണുന്നത്. സബ്സിഡി കിട്ടുമെന്നപ്പോൾ മനസ്സിലായി. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: മാസം എത്ര രൂപ നമുക്ക് ലാഭിക്കാനാവും? കേരളത്തിലെ ഒരു ശരാശരി കുടുംബം പ്രതിമാസം 250 മുതൽ 350 യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്നെന്ന് കരുതാം. 3 കിലോവാട്ട് റൂഫ് ടോപ്പ് സോളാർ സംവിധാനം സ്ഥാപിച്ചാൽ പ്രതിമാസം 270 മുതൽ 360 യൂണിറ്റ് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അതായത് വീട്ടിലെ ഉപയോഗത്തിൻ്റെ വലിയൊരു ഭാഗം സോളാർ വഴി തന്നെ നിറവേറ്റാൻ കഴിയും. ഇതിൻ്റെ ഫലമായി സോളാർ സ്ഥാപിക്കുന്നതിന് മുമ്പ് 2,500 രൂപ മുതൽ 4,000 രൂപ വരെ വന്നിരുന്ന വൈദ്യുതി ബിൽ സോളാർ സ്ഥാപിച്ചതിന് ശേഷം ഏകദേശം 300 മുതൽ 700 രൂപ വരെ കുറയാമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വർഷം മുഴുവൻ കണക്കാക്കിയാൽ 25,000 രൂപ മുതൽ 40,000 രൂപ വരെ ഇത്തരത്തിൽ ലാഭം ലഭിക്കാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കണക്ക്, 3 കിലോവാട്ട് സംവിധാനത്തിന് സബ്സിഡിക്ക് ശേഷം 1.25 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ വരെ ചിലവാകുമെന്ന് കണ്ടല്ലോ. വർഷം ശരാശരി 30,000 രൂപ ലാഭിക്കുന്നുവെന്ന് കരുതിയാൽ വെറും 3.5 മുതൽ 5 വർഷത്തിനുള്ളിൽ നിക്ഷേപം മുഴുവൻ നമുക്ക് തിരിച്ചു കിട്ടും. അതിനുശേഷം ലഭിക്കുന്ന വൈദ്യുതി പ്രായോഗികമായി സൗജന്യമായി മാറുകയും ചെയ്യും. മറ്റൊരു വലിയ നേട്ടം കൂടിയുണ്ട്. ഒരു നല്ല നിലവാരമുള്ള സോളാർ പാനലിൻ്റെ ആയുസ് സാധാരണയായി 25 വർഷമോ അതിലധികമോ ആണ്. അതായത് ആദ്യ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നിക്ഷേപം തിരിച്ചു കിട്ടിയാൽ ശേഷിക്കുന്ന 20 വർഷത്തോളം കുറഞ്ഞ വൈദ്യുതി ചെലവിൻ്റെ ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ വൈദ്യുതി നിരക്ക് അടിക്കടി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് സ്ഥാപിക്കുന്ന ഒരു സോളാർ സംവിധാനം ഭാവിയിലെ നിരക്ക് വർധനയിൽ നിന്നുള്ള സംരക്ഷണമായും പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെ റൂഫ് ടോപ്പ് സോളാർ ഒരു ചെലവല്ല, മറിച്ച് ദീർഘകാല നിക്ഷേപം എന്ന നിലയിലാണ് കാണേണ്ടത്. പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞു, ചെലവും സബ്സിഡിയും മനസ്സിലായി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അപേക്ഷ എങ്ങനെ നൽകണമെന്നതാണ്. പലരും കരുതുന്ന പോലെ KSEB ഓഫീസിൽ പോയി ഫോം പൂരിപ്പിക്കുന്ന ഒരു പദ്ധതിയല്ല ഇത്. അപേക്ഷയുടെ ആദ്യഘട്ടം മുതൽ അവസാന ഘട്ടം വരെ PM സൂര്യഘർ ദേശീയ പോർട്ടൽ വഴിയാണ് നടക്കുന്നത്. ആദ്യം ഔദ്യോഗിക പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. സംസ്ഥാനമായി കേരളം, വൈദ്യുതി വിതരണ കമ്പനിയായി KSEB എന്നിവ തിരഞ്ഞെടുക്കണം. തുടർന്ന് കൺസ്യൂമർ നമ്പർ, മൊബൈൽ നമ്പർ, ആവശ്യമായ വിവരങ്ങൾ എന്നിവ നൽകി രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം. രജിസ്ട്രേഷൻ ഇപ്രകാരം പൂർത്തിയാക്കിയാൽ ആദ്യം KSEBയുടെ സാങ്കേതിക അംഗീകാരമാണ് നേടേണ്ടത്. നിങ്ങളുടെ വീട്ടിലെ വൈദ്യുതി കണക്ഷനും ഗ്രിഡും റൂഫ് ടോപ്പ് സോളാർ സ്ഥാപിക്കാൻ അനുയോജ്യമാണോ എന്ന് KSEB പരിശോധിച്ച് അംഗീകാരം നൽകും. ഇനി മറ്റൊരു പ്രധാന കാര്യം, വിപണിയിൽ കാണുന്ന ഏതെങ്കിലും കമ്പനിയെ വിളിച്ച് പാനൽ സ്ഥാപിച്ചാൽ സബ്സിഡി ലഭിക്കില്ല എന്നതാണ്. PM സൂര്യഘർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത വെണ്ടർമാരെ മാത്രമേ തിരഞ്ഞെടുക്കാവൂ. അതുപോലെ ALMM അംഗീകാരമുള്ള സോളാർ പാനലുകളും BIS സർട്ടിഫൈഡ് ഇൻവെർട്ടറുകളും മാത്രമേ ഉപയോഗിക്കാവൂ, അല്ലെങ്കിൽ സബ്സിഡി നഷ്ടമാകും. സോളാർ സംവിധാനം സ്ഥാപിച്ചു കഴിഞ്ഞാൽ വെണ്ടർ ആവശ്യമായ രേഖകൾ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യും. ഇതിനുശേഷം KSEB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇൻസ്റ്റലേഷൻ പരിശോധിക്കും. എല്ലാം മാനദണ്ഡപ്രകാരം ആണെന്ന് ഉറപ്പായാൽ നെറ്റ് മീറ്റർ സ്ഥാപിക്കും. ഇതിനുശേഷം മാത്രമാണ് പദ്ധതി ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിക്കുന്നത്. അവസാന ഘട്ടത്തിൽ പരിശോധന വിജയകരമായി പൂർത്തിയായ വിവരം പോർട്ടലിൽ അപ്ലോഡ് ചെയ്താൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സബ്സിഡി തുക നേരിട്ട് അപേക്ഷകൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തും. പകൽ സമയത്ത് നിങ്ങളുടെ സോളാർ പാനലുകൾ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു തുടങ്ങും. ആ സമയത്ത് വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ആദ്യ സ്രോതസ്സ് ഈ സോളാർ വൈദ്യുതിയാവും. അധിക വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാൽ അത് പാഴാകില്ല, നേരിട്ട് KSEB ഗ്രിഡിലേക്ക് പോകും. ആ വൈദ്യുതിയുടെ യൂണിറ്റുകൾ തിരികെ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റായി രേഖപ്പെടുത്തും. ഇനി സൂര്യൻ അസ്തമിച്ചാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ആ സമയത്ത് നിങ്ങളുടെ സോളാർ സംവിധാനം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കില്ല. സ്വാഭാവികമായും ആ സമയത്ത് KSEB ഗ്രിഡിൽ നിന്നാകും വൈദ്യുതി വീട്ടിലേക്ക് ലഭിക്കുക. പകൽ സമയത്ത് ഗ്രിഡിലേക്ക് നൽകിയ യൂണിറ്റുകൾ രാത്രിയിലെ ഉപയോഗത്തിൽ നിന്ന് കുറച്ചാണ് ബിൽ കണക്കാക്കുന്നത്. ആയിരങ്ങളായിരുന്ന വൈദ്യുതി ബിൽ 100ലേക്കും 0ലേക്കുമൊക്കെ കുറയുന്ന മാജിക്കിൻ്റെ രഹസ്യം ഈ നെറ്റ് മീറ്ററിംഗ് ആണ്. ഇനി കേരളത്തിലെ മഴക്കാലം. ജൂൺ മുതൽ നവംബർ വരെയുള്ള മഴക്കാലത്ത് ഉൽപ്പാദനം കുറയാം. പക്ഷേ വേനൽക്കാലത്തും മറ്റ് മാസങ്ങളിലും നിങ്ങൾ ഗ്രിഡിലേക്ക് നൽകുന്ന അധിക യൂണിറ്റുകൾ അതിനെ വലിയ തോതിൽ നികത്തും. ബാറ്ററി നിർബന്ധമാണോ എന്നതാണ് മറ്റൊരു സംശയം. PM സൂര്യഘർ പദ്ധതിയിൽ ബാറ്ററി നിർബന്ധമല്ല. വാസ്തവത്തിൽ ബാറ്ററി സംവിധാനത്തിന് കേന്ദ്ര സബ്സിഡിയും ലഭിക്കില്ല. ബാറ്ററി വേണമെങ്കിൽ പ്രത്യേകം പണം മുടക്കണം. അതുകൊണ്ടാണ് ഭൂരിഭാഗം വീടുകളും ഗ്രിഡ് കണക്റ്റഡ് നെറ്റ് മീറ്ററിംഗ് സംവിധാനം തിരഞ്ഞെടുക്കുന്നത്. ഇത് ചെലവ് കുറയ്ക്കുകയും പരിപാലനം എളുപ്പമാക്കുകയും ചെയ്യുന്നു.
സോളാർ സ്ഥാപിക്കുന്നതിന് മുമ്പ് അറിയേണ്ട 10 പ്രധാന കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. റൂഫ് ടോപ്പ് സോളാർ സ്ഥാപിക്കാൻ തീരുമാനിക്കുന്നതിന് മുൻപ് പലരും ഒരു തെറ്റ് ചെയ്യാറുണ്ട്. ഏറ്റവും കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന കമ്പനിയെ തിരഞ്ഞെടുക്കുന്നു. എന്നാൽ സോളാർ 2-3 വർഷത്തെ നിക്ഷേപമല്ല എന്നോർക്കണം. 25 വർഷത്തിലേറെ പ്രവർത്തിക്കേണ്ട സംവിധാനമാണ്. അതുകൊണ്ട് വില മാത്രമല്ല, ഗുണനിലവാരവും ശ്രദ്ധിക്കണം. ആദ്യമായി നോക്കേണ്ടത് മേൽക്കൂരയുടെ വിസ്തീർണ്ണമാണ്. സാധാരണയായി 1 കിലോവാട്ട് സോളാർ പാനൽ സ്ഥാപിക്കാൻ ഏകദേശം 100 ചതുരശ്ര അടി തണൽ വീഴാത്ത സ്ഥലം ആവശ്യമാണ്. അതായത് 3 കിലോ വാട്ടിന് ഏകദേശം 300 ചതുരശ്ര അടി മേൽക്കൂര വേണം. രണ്ടാമത്തെ കാര്യം, മേൽക്കൂരയിൽ ദിവസം മുഴുവൻ സൂര്യപ്രകാശം തുടർച്ചയായി ലഭിക്കുന്നുണ്ടോ എന്നതാണ്. മരങ്ങളുടെയോ സമീപത്തെ കെട്ടിടങ്ങളുടെയോ നിഴൽ പാനലുകളിൽ വീഴുകയാണെങ്കിൽ ഉൽപ്പാദനം ഗണ്യമായി കുറയും. മൂന്നാമത്തേത്, ALMM അംഗീകാരമുള്ള സോളാർ പാനലുകളും BIS സർട്ടിഫൈഡ് ഇൻവെർട്ടറുകളും മാത്രം തിരഞ്ഞെടുക്കുക എന്നതാണ്. സർക്കാർ സബ്സിഡി ലഭിക്കാൻ ഇത് നിർബന്ധമാണ്. നാലാമതായി, കുറഞ്ഞത് 20 മുതൽ 25 വർഷം വരെ പ്രവർത്തന വാറണ്ടി നൽകുന്ന പാനലുകളും നല്ല സേവന ശൃംഖലയുള്ള കമ്പനികളെയും തിരഞ്ഞെടുക്കണം. അഞ്ചാമത്തേതായി, ഇൻവെർട്ടറിൻ്റെ ഗുണനിലവാരവും വളരെ പ്രധാനമാണ്. കാരണം സിസ്റ്റത്തിൻ്റെ തലച്ചോർ ഈ ഇൻവെർട്ടറാണ്. ആറാമതായി, വർഷത്തിൽ 2-3 തവണ പാനലുകൾ വൃത്തിയാക്കുന്നത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കും എന്ന കാര്യം ശ്രദ്ധിക്കണം. കേരളത്തിൽ മഴ ലഭിക്കുന്നുണ്ടെങ്കിലും പൊടി, ഇലകൾ, പക്ഷികളുടെ കാഷ്ടം എന്നിവ അടിഞ്ഞുകൂടുന്നത് കാര്യക്ഷമത കുറയ്ക്കാം. ഏഴാമതായി, ബാറ്ററി ഇല്ലെങ്കിലും ഭൂരിഭാഗം വീടുകൾക്ക് പ്രശ്നമില്ലെന്നതാണ്. കാരണം PM സൂര്യഘർ പദ്ധതി ഗ്രിഡ് കണക്റ്റഡ് സംവിധാനമാണ്. എന്നാൽ വൈദ്യുതി മുടക്കം പതിവുള്ള പ്രദേശങ്ങളിൽ ബാറ്ററി വേണ്ടിവരും. എട്ടാമതായി, നിങ്ങളുടെ പ്രതിമാസ വൈദ്യുതി ഉപയോഗത്തിന് അനുസരിച്ച് ശേഷി തിരഞ്ഞെടുക്കുക എന്നതാണ്. ആവശ്യമില്ലാതെ വലിയ സംവിധാനം സ്ഥാപിച്ചാൽ അധിക ചെലവും വരും. ഒമ്പതാമതായി, വില മാത്രം നോക്കരുത്. ഇൻസ്റ്റലേഷൻ നിലവാരം, വാറണ്ടി, സർവീസ്, സ്പെയർ പാർട്സ് ലഭ്യത എന്നിവയും ഒരുപോലെ പ്രധാനമാണെന്ന് മനസ്സിലാക്കണം. പത്താമതായി, സോളാർ സ്ഥാപിച്ചാൽ വൈദ്യുതി ബിൽ പൂർണ്ണമായും 0 കരുതരുത്. ഫിക്സഡ് ചാർജുകൾ, ചില സാഹചര്യങ്ങളിലെ നെറ്റ് മീറ്ററിംഗ് കണക്കുകൾ എന്നിവ കാരണം ചെറിയ ബിൽ തുടർന്നും വരാൻ സാധ്യതയുണ്ട്. ഈ 10 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ റൂഫ് ടോപ്പ് സോളാർ ഒരു ചെലവല്ല, ദീർഘകാല ലാഭകരമായ നിക്ഷേപമായി മാറും. റൂഫ് ടോപ്പ് സോളാറിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചോദിക്കപ്പെടുന്ന ചില ചോദ്യങ്ങൾ കൂടി പരിശോധിക്കാം. ഇത്ര തുക മുടക്കി വെക്കുന്നതാണ് സോളാർ പാനലുകൾക്ക് എത്ര ആയുസ് ലഭിക്കുമെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. സാധാരണയായി 25 വർഷമോ അതിലധികമോ ആയുസ് സോളാർ പാനലുകൾക്ക് ലഭിക്കും. എന്നാൽ ഇൻവെർട്ടർ 10 മുതൽ 15 വർഷത്തിനുള്ളിൽ മാറ്റേണ്ടി വരാനും സാധ്യതയുണ്ട്. മഴക്കാലത്ത് സോളാർ പ്രവർത്തിക്കുമോ, ഉൽപ്പാദനം കുറയുമോ എന്നതാണ് മറ്റൊരു ചോദ്യം. ഉൽപ്പാദനം കുറയുമെന്നത് ഉറപ്പാണ്, പക്ഷേ പൂർണ്ണമായും നിലയ്ക്കില്ല. മേഘാവൃതമായ ദിവസങ്ങളിലും പാനലുകൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. എന്നാൽ വൈദ്യുതി അളവ് കുറവായിരിക്കും. ബാങ്ക് വായ്പ ലഭിക്കുമോ എന്നതാണ് മറ്റൊരു ചോദ്യം. കേന്ദ്ര സർക്കാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവിധ ബാങ്കുകൾ റൂഫ് ടോപ്പ് സോളാറിനായി വായ്പാ സൗകര്യങ്ങൾ നൽകുന്നുണ്ട്. പല ബാങ്കുകളും ഗാർഹിക ഉപഭോക്താക്കൾക്ക് പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ അത് മതിയാകുമോ തുടർന്നും വൈദ്യുതി ശേഖരിക്കാൻ എന്നതാണ് ഒരു ചോദ്യം. അത് മതിയാകില്ല. സോളാർ സംവിധാനത്തിന് പ്രത്യേകം സോളാർ ഇൻവെർട്ടർ വേണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, കേരളത്തിൽ റൂഫ് ടോപ്പ് സോളാർ ശരിക്കും ലാഭകരമാണോ എന്നതാണ്. ലഭ്യമായ കണക്കുകൾ പരിശോധിച്ചാൽ ഉത്തരം അതെ എന്ന് തന്നെയാണ്. കേരളത്തിലെ താരതമ്യേന ഉയർന്ന വൈദ്യുതി നിരക്ക്, കേന്ദ്ര സർക്കാരിൻ്റെ 72,000 രൂപ വരെയുള്ള സബ്സിഡി, ഏകദേശം 4 മുതൽ 5 വർഷത്തിനുള്ളിൽ നിക്ഷേപം തിരിച്ചു കിട്ടാനുള്ള സാധ്യത, 25 വർഷത്തിലേറെ പ്രവർത്തന ആയുസ്, നെറ്റ് മീറ്ററിംഗ് വഴി വൈദ്യുതി ബിൽ ഗണ്യമായി കുറയ്ക്കാനുള്ള അവസരം, ഇവയെല്ലാം ചേർന്നാൽ റൂഫ് ടോപ്പ് സോളാർ ഇന്ന് ഒരു പരിസ്ഥിതി സൗഹൃദ പദ്ധതി മാത്രമല്ല, സാമ്പത്തികമായും യുക്തിസഹമായ നിക്ഷേപമാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, സോളാർ സംവിധാനം തിരഞ്ഞെടുക്കുമ്പോൾ ഗുണനിലവാരത്തിലും സർക്കാർ അംഗീകാരത്തിലും ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യരുത്. കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന നിലവാരം കുറഞ്ഞ ഉപകരണങ്ങൾ 20-25 വർഷത്തെ നിക്ഷേപത്തിൻ്റെ മൂല്യം ഇല്ലാതാക്കാൻ ഇടയാക്കും. പ്രധാനമന്ത്രി സൂര്യഘർ പദ്ധതി ഒരു സബ്സിഡി പദ്ധതി മാത്രമല്ല, ഇന്ത്യയിൽ കേന്ദ്രീകൃത വൈദ്യുതി ഉൽപ്പാദനത്തിൽ നിന്ന് വികേന്ദ്രീകൃത ഊർജ്ജ സംവിധാനത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ ഭാഗമായാണ് ഇതിനെ കാണേണ്ടത്. ഓരോ വീടും സ്വന്തം മേൽക്കൂരയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഭാവിയിലേക്കാണ് രാജ്യം നീങ്ങുന്നത്. കേരളത്തിലെ കുടുംബങ്ങൾക്ക് വൈദ്യുതി ബിൽ നിയന്ത്രിക്കാനും ദീർഘകാല സാമ്പത്തിക നേട്ടം നേടാനും ഈ പദ്ധതി തീർച്ചയായും ഒരു അവസരമാണ്.